എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, നമ്മുടെ സമൂഹത്തിൽ വന്നു കഴിയുമ്പോൾ, നമ്മുടെ ദേശത്ത് വന്നു കഴിയുമ്പോൾ അനേകം പേർക്ക് പാപബോധമുണ്ടാകും, ദൈവഭയമുണ്ടാകും. അനേകം പേര് ദൈവസ്നേഹം കൊണ്ട് നിറയും, പ്രാർത്ഥനാ ചൈതന്യം ലഭിക്കും, ദൈവിക ജ്ഞാനം ലഭിക്കും, ദൈവവിശ്വാസം ഉണരും. മറ്റുള്ളവർക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്. ജെറൂസലം എന്ന് പറയുമ്പോൾ അത് എല്ലാ പ്രവാചകന്മാരെയും കൊന്ന സ്ഥലമാണ്. യേശു ക്രിസ്തുവിനെ കുരിശിൽ തൂക്കിക്കൊന്ന സ്ഥലമാണ്. അവിടെയാണ് മഹത്വത്തോടെ യേശു ഉയർത്തെഴുന്നേറ്റത്. അപ്പസ്തോലന്മാര് തല്ലുകൊള്ളാൻ ഇരിക്കുന്ന സ്ഥലമാണ്. ഈശോ പറയാണ്, സഹന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഓടിപ്പോകരുത്. ഹല്ലേലൂയ. സഹന സ്ഥലത്ത് നിങ്ങളുടെ സഹനത്തെ ഓർത്ത് നിങ്ങൾ സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ഇതുപോലെയുള്ള സഹനമുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അത് പോട്ടയിൽ കർത്താവ് 10-30 കൊല്ലം മുമ്പ് വെളിപ്പെടുത്തി തന്ന സന്ദേശമാണ്. നിങ്ങളുടെ സഹനം മാറിപ്പോകാൻ പ്രാർത്ഥിക്കണ്ട. പരിശുദ്ധ അമ്മ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചില്ല. കാരണം എന്താണ്? പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു, യേശുവിന്റെ കുരിശുമരണം പിതാവിന്റെ നിശ്ചയപ്രകാരവും ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കും പാപപരിഹാര ബലിയുമായിട്ടുള്ളതാണ്. അത് ആ കുരിശുമരണം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കണ്ട. മദ്യപാനം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കണ്ട. അത് മാറ്റിത്തരാൻ ദൈവത്തിന് അറിയാം. മദ്യപാനം മൂലം കുടുംബത്തിൽ സഹനമുണ്ടാകും. ഈ സഹനത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഇതുപോലെ മദ്യപാന തകർച്ചയുള്ള 50,000 കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ. 50,000 കുടുംബങ്ങളിൽ നിന്ന് സാത്താൻ അപ്പോൾ വിട്ടുപോകാനിടയാകും. പതിവായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ വീട്ടില് ഒരു മദ്യപാന തകർച്ച വർഷങ്ങളായിട്ട് കുടുംബം നശിപ്പിക്കുന്നു. ഇതോർത്ത് പരാതിപ്പെട്ടത് കൊണ്ടോ ഉപദേശിച്ചത് കൊണ്ടോ ആ പിശാച് അടങ്ങിയല്ല, മദ്യപിശാച്. നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും അറിയാത്ത മട്ടിൽ സ്തുതിച്ച് അവസരം കിട്ടുമ്പോഴെല്ലാം ഇതുപോലെയുള്ള 50,000 കുടുംബങ്ങളെ, 70,000 കുടുംബങ്ങളെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ 70,000 കുടുംബത്തിൽ നിന്ന് സാത്താൻ വിട്ടു പോകേണ്ടി വരും. പോയില്ലെങ്കിൽ നമ്മൾ 90,000 കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. സാത്താൻ ഭയന്ന് പിന്മാറുന്നത് വരെ
നമ്മുടെ കുടുംബത്തിൽ നിന്ന് പിന്മാറുന്നത് വരെ നീ എനിക്ക് അമൂല്യനും വിലപ്പെട്ടവനും ശ്രേഷ്ഠനുമാണ്. യെശയ്യാ 43:4. നിനക്ക് പകരം നിന്റെ കുടുംബത്തിൽ നിന്ന് പിശാച് വിട്ടു പോകുന്നില്ലെങ്കിൽ ഞാൻ കൽപ്പിക്കും 50,000 പേരിൽ നിന്ന് വിട്ടുപോകാൻ. ഇപ്പൊ സാത്താന്റെ രാജ്യത്തിന് നഷ്ടമാ. നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിനക്ക് പകരം എത്യോപ്യയും സേബായും ഈജിപ്തും ഞാൻ മറുവിലയായി തരും. 10,000-ങ്ങളെയും 50,000-ങ്ങളെയും ഞാൻ വിടുവിക്കും ബന്ധനത്തിൽ നിന്ന് നീ മധ്യസ്ഥം വഹിച്ചാല്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. കണ്ണു തുറക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. പ്രഭാഷകൻ 36:6 ഒന്നേറ്റ് പറഞ്ഞേ. പ്രഭാഷകൻ 36:6. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം സുവിശേഷത്തിൽ വായിച്ചത് കുർബാനയ്ക്ക് രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്ന കാര്യമാണ്. 12 വർഷം രക്തസ്രാവം കൊണ്ട് പീഡ അനുഭവിച്ച ഒരു സ്ത്രീ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ കടന്നു വന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു. പെട്ടെന്ന് യേശു യാത്ര നിർത്തി. ആരാണ് എന്നെ തൊട്ടത്? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ആ സ്ത്രീ ഭയന്ന് വരച്ച് പറഞ്ഞു, ഞാനാണ്. എനിക്കിത് രോഗശാന്തി കിട്ടുകയും ചെയ്തു. ഈശോ പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു അത്ഭുത സംഭവം നമ്മൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ഇതുപോലെ രോഗപീഠയുള്ള വേറെ അനേകം പേര് കാണും. ചിലപ്പോൾ അവിടെ ഇവിടെയും 10,000-ഉം 50,000-ഉം ഒക്കെ കാണും. ഇതേ രോഗമോ ഇതുപോലെ രോഗമോ ഉള്ള ഒരു 50,000 പേരെ യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. വല്ലപ്പോഴും പ്രാർത്ഥിച്ചാൽ പോരാ, ഓർക്കുമ്പോഴൊക്കെ അങ്ങ് പ്രാർത്ഥിക്കണം. 1-2 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങള് അനേകം പേർക്ക് കിട്ടാൻ തുടങ്ങും. നമ്മൾ ഈശോ പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും. നിനക്ക് കിട്ടുമെന്നില്ല, നിങ്ങൾക്ക് കിട്ടും. നമ്മൾ അനേകായിരങ്ങൾക്ക് വേണ്ടി ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാലത്ത് എയ്ഡ്സ് രോഗം കൊണ്ടുള്ള മരണം വളരെ അധികമായിരുന്നു. പത്രം കേൾക്കാനില്ല. ആഫ്രിക്കയില് ഞങ്ങളെ ധ്യാനിപ്പിക്കാൻ ചെന്ന അവസരത്തില് സിംബാബ്വെ എന്ന രാജ്യത്ത് അവിടുത്തെ ആൾക്കാർ പറയും, ശനിയാഴ്ചയാണ് ശവടക്ക്. ഓരോ പള്ളിയിലും 1000 ശവം ഉണ്ടാവും ഒന്നിച്ചടക്കാൻ. എയ്ഡ്സ് രോഗം കൊണ്ടുള്ള മരണം ആരുടെയൊക്കെയോ കണ്ണുനീരോടുള്ള പ്രാർത്ഥന കൊണ്ട് എയ്ഡ്സ് രോഗത്തിന്റെ ഒരു നല്ല ശതമാനം നിർവീര്യമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് വ്യാപകമായിട്ട് ക്യാൻസർ മരണമുണ്ട്, ക്യാൻസർ രോഗമുണ്ട്. നമ്മൾ രോഗിയെ ഓർക്കുമ്പോൾ ഈശോയെ അനേകായിരം അനേക ലക്ഷം പേർക്ക് അത്ഭുത സൗഖ്യം കൊടുക്കണമേ. നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ, ഒരാൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ ലോകത്തിന്റെ അതിർത്തികളിലേക്ക് നമ്മുടെ പ്രാർത്ഥന കടന്നു ചെല്ലണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16:26. മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്തു പ്രയോജനം? അല്ലയോ മനുഷ്യ, നിന്റെ ആത്മാവിന് മറുവിലയായി നീ എന്തു കൊടുക്കും? ഈശോ അരുളി ചെയ്യുകയാണ്, ഏറ്റവും വിലപ്പെട്ടത് 10,000 കോടി അമേരിക്കൻ ഡോളറിനേക്കാൾ വിലപ്പെട്ടത്, ലോകത്തിലുള്ള സകല സമ്പത്തിനേക്കാൾ വിലപ്പെട്ടത് ഒരു വ്യക്തിയുടെ ആത്മരക്ഷയാണ്. നിത്യകാലം ജീവിക്കാൻ ഉള്ള ഒരു ആത്മാവിനെ ദൈവം ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. അതെല്ലാം മറന്നിട്ട് ജഡസുഖം, കണ്ണിന്റെ ദുർമോഹം, ഇതിന്റെ പുറകെ മനുഷ്യര് പോകാൻ പാടില്ല. കണ്ണിന് ഇമ്പകരമായത്, ജഡികമായത്, മ്ലേച്ഛമായത് നോക്കി ആനന്ദിക്കുക. പോർണോഗ്രഫി, വൃത്തികെട്ട പടങ്ങള്, ഇതെല്ലാം കണ്ട് ആനന്ദിക്കുക.
ഇത് പൈശാചികമാണ്. ഇങ്ങനെയുള്ളത് നോക്കാൻ പ്രലോഭനം ഉണ്ടാകാം, സാത്താൻ പ്രലോഭനം തരാം. തിരിച്ചറിയുമ്പോഴേ നമ്മൾ പറയണം, ഇതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനാ സ്തുതിക്കുന്നത്? ഇത് വിട്ടുപോകാനും പരിശുദ്ധാത്മാവെന്നറിയാനും. ഇതേ പ്രലോഭനമുള്ള അനേകായിരം, അനേക ലക്ഷം പേരെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സാത്താൻ സ്ഥലം വിടും. പോർണോഗ്രഫി നോക്കാനും മ്ലേച്ഛചിത്രം നോക്കാനും പ്രലോഭനം തരുന്ന സാത്താൻ ഇങ്ങനെ സ്തുതിച്ച് അനേകായിരങ്ങൾക്ക്, അനേക ലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ വിട്ടുപോകും. കൈ ഉയർത്തി, കൈ അടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ തെമ്മാടി സ്വഭാവമുള്ള, വഴക്കാളി സ്വഭാവമുള്ള, ശല്യ സ്വഭാവമുള്ള ഒരാളുണ്ടെങ്കിൽ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഇതുപോലൊരു 10,000 എവിടെയെങ്കിലും കാണും. ഇയാൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ 10,000-ന് വേണ്ടി പ്രാർത്ഥിച്ചേ, 20,000-ന് വേണ്ടി പ്രാർത്ഥിച്ചേ. തിരുരക്തം കൊണ്ട് കഴുകണമേ. 1 യോഹന്നാൻ 1:7, 1 യോഹന്നാൻ 1:7 ഒന്ന് പറഞ്ഞേ. 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും അവരെ കഴുകി ശുദ്ധമാക്കും. ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും അവരെ കഴുകി ശുദ്ധമാക്കും. 1 യോഹന്നാൻ 1:7. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപാട് 21:4 ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ആവർത്തിച്ച് പറയാം. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. ഇനി മരണമുണ്ടായിരിക്കില്ല. എന്താണ് മരണം എന്ന് പറഞ്ഞാൽ? ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോ പിതാവ് പറഞ്ഞു, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ അവൻ ജീവിക്കുന്നു. അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ മരണമാ. പ്രൈസ് ദി ലോർഡ്. പാപം മൂലമുള്ള ആത്മീയ മരണമാ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞേ. വെളിപാട് 21:4. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ പണ്ടത്തെ എല്ലാം അങ്ങ് മറന്നു കളഞ്ഞേക്കണം. കുമ്പസാരമൊക്കെ കഴിഞ്ഞു. നമ്മുടെ പാപമുണ്ട്, അതിന് ശിക്ഷയുണ്ട്, എല്ലാം കർത്താവ് ഏറ്റെടുത്തു. മഗ്ദലന മറിയത്തോട് കർത്താവിന് പറയാനുള്ളതാ, ഒരു വലിയ വേശ്യയായിരുന്നു പുള്ളി. നിന്റെ പാപത്തിന്റെ ശിക്ഷയെല്ലാം എൻ്റെ കുരിശിൽ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. നീ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതെ മേലിൽ വിശുദ്ധ ജീവിതം നയിച്ചേക്കണം. പ്രൈസ് ദി ലോർഡ്. മത്തായിയും ഒക്കെ പാപികളായിരുന്നു. ചൊങ്കക്കാരൻ മത്തായി അപ്പസ്തോലനാക്കുക. പഴയതൊന്നും ഓർക്കണ്ട, എൻ്റെ കുരിശുമരണത്തിൽ അതെല്ലാം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സമറിയാക്കാരത്തി സ്ത്രീ പാപജീവിതം നയിച്ച അതെല്ലാം ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ശിക്ഷയും ഇതാ, നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രേക്ഷിതയായി യേശുവിൻ്റെ സാക്ഷിയായി ജീവിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് കർത്താവിന് നമ്മളോട് പറയാനുള്ളത്. 38 വർഷം തളർവാദ രോഗിയായിരുന്ന മകന്റെ അടുത്ത് ബത്സൈദ കുളക്കര ചെന്ന് അവനെ സുഖപ്പെടുത്തി. സൗഖ്യം കിട്ടിയ ആള് ജനക്കൂട്ടത്തിൽ മറഞ്ഞു. പിന്നീട് ജനക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ച് ഈശോ അവനെ കണ്ടു. അപ്പൊ ഈശോ അവനോട് പറഞ്ഞു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ ഇനി മേലിൽ പാപം ചെയ്യരുത്. എന്താണ് പാപം? ദൈവത്തെ മറക്കുക. ഈ കാണുന്ന ചേട്ടനെയും ചേട്ടത്തിയൊക്കെ ഓർക്കും, ആ കാണുന്ന പെണ്ണിനെയാണ് നീ ഓർക്കും, കാശും പണവും ഡോളറും യൂറോയും ഒക്കെ ഓർക്കും. ദൈവമാണ് ഇതെല്ലാം തരുന്നത്, ബുദ്ധി തരുന്നത്, ഓർമ്മശക്തി തരുന്നത്, കൈകാലികൾക്ക് ശക്തി തരുന്നത്, ജീവൻ തരുന്നത്, ആരോഗ്യം തരുന്നത്. ഇതൊക്കെ മറക്കും.
ഈ തല കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എൻ്റെ കഴിവാണ്, എൻ്റെ പുണ്യാണ്, എൻ്റെ മിടുക്കാണ്. സാത്താൻ അഹങ്കാരം കുത്തിവെക്കും. നീ വലിയ ഗേമിയാണ്, നീ കുറഞ്ഞവനല്ല, നീ വലിയ ആളാണ്, നീ സുന്ദരനാണ്, നീ സുന്ദരിയാണ്, നീ പണിയെടുത്താണ് ഈ വീടുണ്ടാക്കിയത്. ഒന്നുമല്ല. ഇപ്പൊ നിന്റെ ആത്മാവിനെ ഇഞ്ഞ് എടുത്താലേ നീ താഴോട്ട് കിടക്കും ചാവുമായിട്ട്. 3-4 ദിവസത്തിനകം ആഘോഷമായി ശവടക്ക് കിട്ടും, അത്ര തന്നെ. പിന്നെ എല്ലാവരും മറക്കാതെ പറ്റില്ല. അപ്പൊ നീ വലിയ ഗമയൊന്നും വിചാരിക്കണ്ട. അഹങ്കാരമൊക്കെ തരുന്നത് സാത്താന. നീ എന്നെ പോലെ ആകണം. ഞാൻ ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനാണ്. എന്നിൽ നിന്ന് പഠിക്കണം. എൻ്റെ മുഖം നിങ്ങൾ വഹിക്കണം. നിങ്ങളുടെ കുരിശ്, നിങ്ങളുടെ സഹനം ഞാൻ അനുവദിച്ചു തരുന്നതാണ്. നിങ്ങളെ വിശുദ്ധീകരിക്കാൻ, നിങ്ങളെ എളിമയുള്ളവരാക്കാൻ, നിങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ, ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ, ദൈവ സ്വരം ശ്രവിക്കാൻ പരിശീലിക്കാൻ വേണ്ടി ഞാനാണ് കുരിശും തകർച്ചയും അനുവദിക്കുന്നത്. അതിന് കുരിശ് മാറ്റിത്തരണേ, സഹനം മാറ്റിത്തരണേ, ഇങ്ങനെ പറഞ്ഞിരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് വലതുകരം ഉയർത്തി പറഞ്ഞേ. സങ്കീർത്തനം 108:13. സങ്കീർത്തനം 108:13. ദൈവം കൂടെയുണ്ടെങ്കിൽ, ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. ഞങ്ങൾ ധീരമായി പൊരുതും. എങ്ങനെയാ? കത്തിയും വാളുമെടുത്താണോ? ദൈവവചനം പറയുമ്പോ ശക്തി ചുറ്റുമുള്ള ലോകത്തിലേക്ക് വ്യാപരിക്കും. സാത്താനെതിരായി ശക്തി. ദൈവം കൂടെയുണ്ടെങ്കിൽ, ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. ഞങ്ങൾ ധീരമായി പൊരുതും. അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. നമ്മുടെ ശത്രുക്കൾ മനുഷ്യരല്ല, സാത്താനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മള് വിശ്വാസികളെല്ലാവരും ഉണർന്നെഴുന്നേൽക്കണം. ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മദ്യപാനികളെ ഭാരതം മുഴുവൻ സൃഷ്ടിച്ച് കുടുംബം തകർത്ത് പണം ഉണ്ടാക്കാനാണ് കുറെ പേര് ഇന്ന് ശ്രമിക്കുന്നത്. ദ്രവ്യാഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം. അതിനാല് അങ്ങനെയുള്ള മദ്യ വ്യവസായികൾക്ക് വേണ്ടിയും മദ്യപ്രചാരകർക്ക് വേണ്ടിയും മദ്യപാനികൾക്ക് വേണ്ടിയും വലതുകരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കുക. പിതാവേ, പിതാവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. യേശുവിന്റെ അതിദാരുണമായ പീഡാനുഭവത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകമെമ്പാടുമുള്ള മദ്യപാനികളുടെ മേലും മദ്യ വ്യവസായികളുടെ മേലും കരുണയായിരിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും പിന്മാറുവാൻ അവർക്ക് കൃപ നൽകണമേ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. പോട്ട ദൈവവചന ശുശ്രൂഷ 1987 തുടങ്ങുമ്പോൾ എന്താണ് ഈ പുതിയ ശുശ്രൂഷയുടെ പ്രത്യേകത? എന്തെല്ലാം പ്രശ്നവും സഹനവും പ്രതിസന്ധിയും ഉണ്ടെങ്കിലും അസ്വസ്ഥപ്പെടാതെ പ്രത്യാശയിൽ ദൈവത്തെ സ്തുതിച്ച് ഇതേപോലെ പ്രശ്നവും വേദനയുമുള്ള ആയിരങ്ങൾക്കും അനേക ലക്ഷങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന തുടങ്ങിയതോടെ കോട്ടയിലേക്ക് ജനങ്ങൾ ഒഴുകി വരാൻ തുടങ്ങി. കോട്ടയിലെ ധ്യാനമന്ദിരത്തിൽ സ്ഥലം തികയാതെ വന്നു. 60 പേർക്ക് താമസിക്കാവും ധ്യാനമന്ദിരത്തിൽ 600 കട്ടിലിന്റെ അടിയിലും വരാന്തയിലും അടുത്ത വീട്ടിലൊക്കെ രാത്രി കിടന്ന ആൾക്കാർ ധ്യാനിക്കാൻ തയ്യാറായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിവൈൻ ഹോസ്പിറ്റൽ എന്ന ഈ കെട്ടിട സമുച്ചയം, പ്രവർത്തിക്കാതിരുന്ന ഹോസ്പിറ്റൽ, അതിൻ്റെ 1/10 വിലയ്ക്ക് അതിൻ്റെ ഉടമസ്ഥര് നമുക്ക് കൈമാറി. പൈസ കൊടുത്തത് 3-4 കൊല്ലം കഴിഞ്ഞ് സ്തോത്രക്കാഴ്ച കിട്ടിയപ്പോൾ. കാരണം ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തിക്കാതെ കിടന്ന ഹോസ്പിറ്റലിൻ്റെ ഉടമസ്ഥരിൽ ചിലര് മദ്യപാനികളായിരുന്നു. അവർക്ക് ധ്യാനം കൂടി, മദ്യപാനത്തിൽ നിന്ന് മോചനം കിട്ടി. അങ്ങനെയാണ് അവര് ഈ സ്ഥലം നമുക്ക് തന്നത്. ഇപ്പോൾ 5000 തൊട്ട് 10000 പേർക്ക് വരെ താമസിക്കാവുന്ന ധ്യാനമന്ദിരമായി. പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് 3 കോടി പേര് കഴിഞ്ഞ 25 കൊല്ലം കൊണ്ട് ഇവിടെ താമസിച്ച് ധ്യാനം കൂടി. പ്രൈസ് ദി ലോർഡ്.
വലതുകരമുയർത്തി. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, ലോകമെമ്പാടും ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ രൂപതകളിലും എല്ലാ രൂപതകളിലും എല്ലാ ഇടവകളിലും എല്ലാ ഇടവകളിലും പോട്ടാ ഡിവൈൻ ഡിവൈൻ വചന ശുശ്രൂഷകൾ, വചന ശുശ്രൂഷകൾ, അട്ടപ്പാടിയിലുള്ള ശുശ്രൂഷകൾ, ശുശ്രൂഷകൾ, അണക്കരയുള്ള ശുശ്രൂഷകൾ, അണക്കരയുള്ള ശുശ്രൂഷകൾ, ചിറ്റൂരുള്ള ശുശ്രൂഷകൾ, ചുറ്റുമുള്ള ശുശ്രൂഷകൾ അനേകമടങ്ങായി ലോകമെമ്പാടും വ്യാപിക്കട്ടെ, വ്യാപിക്കട്ടെ, പ്രചരിക്കട്ടെ, പ്രചരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. നമ്മുടെ ഒരു പ്രാർത്ഥന ലോക സുവിശേഷീകരണത്തിന് വേണ്ടി ഇതുപോലുള്ള ധ്യാനമന്ദിരങ്ങൾ, സുവിശേഷവൽക്കരണ ധ്യാനമന്ദിരങ്ങൾ, കൺവെൻഷനുകൾ ലോകമെമ്പാടും രൂപപ്പെടണം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം അഭിലഷിക്കുന്ന കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. അനേകായിരം ധ്യാനമന്ദിരങ്ങളും മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുകളും കൺവെൻഷനുകളും എല്ലാ രാജ്യങ്ങളിലും ഉയർത്തണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം. നിങ്ങൾ ലോകമെമ്പാടും പോയി സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കണം. എന്താണ് സുവിശേഷം? എന്താണ് സദ്വാർത്ത? ദൈവത്തിന്റെ ഏകപുത്രനായ ഏകജാതനായ യേശു എല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പാപമോചനം, പരിശുദ്ധാത്മ നിറവ്, നിത്യരക്ഷ, നിത്യജീവൻ സൗജന്യമായി കിട്ടും. അവനിൽ വിശ്വസിക്കാത്തവനോ പണ്ടേ തന്നെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവനിൽ വിശ്വസിച്ചാൽ പാപമോചനം. അവനിൽ വിശ്വസിക്കാത്തവൻ അവന്റെ പാപാവസ്ഥയിൽ തുടരും. കാരണം യേശുക്രിസ്തു മാത്രമാണ് ലോകരക്ഷകനായി പിതാവ് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ് കോട്ടയിൽ നൽകുന്നത്, മധ്യസ്ഥ പ്രാർത്ഥന. യേശുവിന്റെ നാമത്തില് അനേകായിരം അനേക ലക്ഷം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏതു പ്രശ്നമുണ്ടായാലും പ്രശ്നങ്ങളെ പ്രതി സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക, ആന്തരിക സൗഖ്യം ലഭിക്കും. ഇതുപോലെ പ്രശ്നമുള്ള അനേകായിരം അനേക ലക്ഷം പേർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കുരിശുരൂപത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും ഉള്ള പാപപരിഹാര ബലി. ഈ പാപപരിഹാര ബലി നമ്മുടെ അൾത്താരയിൽ ഇപ്പോൾ ആവർത്തിക്കുകയാണ്. യേശുവിന്റെ മനുഷ്യാവതാരം, പീഡാനുഭവം, കുരിശുമരണം, ഉയർപ്പ്, യേശുവിലൂടെയുള്ള രക്ഷാകര പദ്ധതിയുടെ പുനരവതരണം നമ്മുടെ അൾത്താരയിൽ നമ്മൾ ആവർത്തിക്കും. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും മേൽ യേശുവിന്റെ യോഗ്യതയാൽ പിതാവ് പരിശുദ്ധാത്മാവിനെ വർഷിക്കും. അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിൽ നമുക്ക് പാപമോചനം ലഭിക്കും. നമ്മുടെ ലഘുപാപങ്ങൾ, മോർട്ടൽ സിൻ, ശാപദോഷം കുമ്പസാരത്തിലൂടെ പറയണം. മറ്റു പാപങ്ങൾ പശ്ചാത്തപിച്ചാൽ കുർബാനയിൽ പാപമോചനം ലഭിക്കും, പരിശുദ്ധാത്മാവിനെ ലഭിക്കും, അത്ഭുത രോഗശാന്തി ലഭിക്കും. ഞങ്ങൾ ഒരിക്കല് ജർമ്മനിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ധ്യാനത്തിന് വന്ന 14 കൊല്ലമായിട്ട് ഇന്റർവെർട്ടിക്കുലർ പ്രോബ്ലമുള്ള, ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റില്ലാത്തൊരു മനുഷ്യൻ ആരോ നിർബന്ധിച്ച് ധ്യാനത്തിൽ വന്നു. തിയഡോർ എന്നാണ് പേര്. അദ്ദേഹം 1-ാം ദിവസം തന്നെ ചാടിപ്പോകാൻ ശ്രമിച്ചു. എങ്കിലും ഉള്ളിലൊരു സ്വരം കേട്ടു, കുമ്പസാരം കഴിഞ്ഞിട്ടാണ്ട്. 2-ാം ദിവസം കുമ്പസാരം കഴിഞ്ഞപ്പോൾ അയാൾക്ക് പൈശാചിക പീഡയിൽ നിന്ന് മോചനം കിട്ടി. ഇനി ധ്യാനം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നായി. കുമ്പസാരം കഴിഞ്ഞ ദിവസം കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ 14 കൊല്ലമായ ഇന്റർവെർട്ടിക്കുലർ പ്രോബ്ലം കർത്താവ് 1-ാം പടി സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വിടുതൽ. 4 ദിവസം കഴിഞ്ഞപ്പോൾ
ഓടാനും ചാടാനും മല കയറാനും ഒക്കെ പറ്റത്തക്ക രോഗശാന്തി. അയാളാണ് പിന്നീട് ഇടവകയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കി. ഒരു ആഫ്രിക്കക്കാരൻ അച്ഛൻ അവിടെ വന്നപ്പോൾ അച്ഛൻ്റെ അഡ്രസ്സ് മേടിച്ച് പൈസ അയച്ചു കൊടുക്കാൻ തുടങ്ങി അവിടെയുള്ള ഓർഫനേജിന്. പിന്നീട് ഏതാനും പേര് ചേർന്ന് ഏതാനും പ്രാവശ്യം പോയി അവിടുത്തെ പാവപ്പെട്ടവർക്ക് ജർമ്മനിയിൽ നിന്ന് കളക്ട് ചെയ്ത പഴയ തുണികളും എല്ലാം എത്തിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ അവിടെ ധ്യാനം ഓർഗനൈസ് ചെയ്യാം. അങ്ങനെ അവർ ധ്യാനം ഓർഗനൈസ് ചെയ്ത് ഞങ്ങൾ ടാൻസാനിയയിൽ ആദ്യമായിട്ട് പോയത്. പിന്നീട് പല പ്രാവശ്യം പോയി. കുർബാനയുടെ സമയത്താണ് ആ രോഗശാന്തി അയാൾ കിട്ടിയത്. കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ പൈശാചിക പീഡ വിട്ടുപോയി. ഇവിടെ ഇരിക്കുന്ന അനേകം പേർക്ക് കുമ്പസാരത്തിന് ശേഷം അവരെ ശല്യപ്പെടുത്തുന്ന പൈശാചിക പീഡ, എപ്പോഴും ഉണ്ടാകുന്ന ദുഃഖം, എപ്പോഴും ഉണ്ടാകുന്ന നിരാശ, ഇതൊക്കെ വിട്ടുപോയി കാണും. കുമ്പസാരത്തില് പരിശുദ്ധാത്മാവിനെ കിട്ടും, ഡെലിവറൻസ് കിട്ടും, രോഗശാന്തി കിട്ടും. കുർബാനയില് പരിശുദ്ധാത്മാവിനെ കിട്ടും, പൈശാചിക പീഡകളിൽ നിന്ന് മോചനം കിട്ടും, ആന്തരിക സൗഖ്യം കിട്ടും. ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ